വരുന്നു, ഹോട്ടൽസിൻ്റെ മെനൂസ് കാര്യങ്ങളെല്ലാം വരുന്നു. നമ്മൾ പലപ്പോഴും ഹോട്ടലിൽ പോകുമ്പോൾ QR സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ മെനു കിട്ടും. പക്ഷേ അബ്ബാസ് NFC കാർഡുകൾ ഡിസൈൻ ചെയ്യുന്നതാണ്. പക്ഷേ ഇതിലൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇനി സ്കാൻ ചെയ്യേണ്ട, നമ്മുടെ മൊബൈൽ ഫോണുമായിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കാണിക്കാം. നമ്മൾ ഡൈനിങ് ടേബിളിൽ ഇതിങ്ങനെ ഇരിക്കുമെന്ന് വിചാരിക്കാം. സപ്പോസ് ഇങ്ങനെ ഇരിക്കുന്നൊരു ഇതാണെന്ന് വിചാരിക്കാം. ജസ്റ്റ് മൊബൈൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് മെനു അതിൻ്റെ അകത്ത് വരികയും ഒക്കെ ചെയ്യും. അതെ, ആ മെനു മാത്രമല്ല, ആ മെനു നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ചിക്കൻ ബിരിയാണിയാണ് കൊടുത്തിരിക്കുന്നത്. കസ്റ്റമർ എന്താണ് ചിക്കൻ ബിരിയാണിയെ കുറിച്ച് പറഞ്ഞേക്കുന്ന റിവ്യൂ അല്ലേ, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം അതിൽ ആഡ് ഓൺ ചെയ്ത് ഒന്നുകൂടെ കസ്റ്റമർ ഫ്രണ്ട്ലി ആക്കാനായിട്ട് ഇത് സാധിക്കും. ഇത് വളരെ യുണീക്കായിട്ടുള്ളൊരു ഡിസൈൻസിലാണ് അബ്ബാസ് ചെയ്തിരിക്കുന്നത്. അബ്ബാസ് ഞാനിത് പ്രധാനപ്പെട്ട കാര്യം, ഇതിന് 1500 rupees മാത്രമേ വരികയുള്ളൂ കോസ്റ്റ് വരുന്നത്. നിങ്ങളുടെ ഹോട്ടലിൽ ഒരു 10 ടേബിളാണ് 10ലും വെക്കുക കേട്ടോ. ആകെ 10,000 അങ്ങനെയൊക്കെ വരുന്ന ടൈമിൽ നമുക്കൊരു ഡിസ്കൗണ്ട് റേറ്റിൽ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല കുറച്ചുകൂടി ഒരു വേറെ ലെവലിലേക്ക് നമ്മുടെ ഷോപ്പിനെ കൊണ്ടുപോകാനായിട്ട് സാധിക്കുമെന്നാണ്. ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഇതും 1500 rupees വൺ ടൈം ആണോ അതോ ഇയർലി ഇതിന് വ്യത്യാസം വരുന്നുണ്ടോ? ഇല്ല, അത് വൺ ടൈം ആണ്. അതായത് ഇതിന്റെ പ്രൈസ് വൺ ടൈം ആണ്. പിന്നെ ചെറിയ റിന്യൂവൽ ഫീസ് ആഫ്റ്റർ 2 year ഒരു 250 rupees റിന്യൂവൽ ഫീസ്. എന്തായാലും പഴയതുപോലെ പണ്ട് QR കോഡ് വന്നിരുന്നു, ആളുകൾ സ്കാൻ ചെയ്തുകൊണ്ടിട്ട് ഭക്ഷണങ്ങൾ ഓർഡർ ചെയ്യുന്നു. ഒന്നുകൂടെ മാറിയിട്ടുണ്ട്. ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട മെനൂസ് അതിൻ്റെ അകത്ത് കിട്ടും. ആ മെനൂസിൽ തന്നെ നമുക്ക് ഒരുപാട് കസ്റ്റമൈസേഷൻ, ബിരിയാണി ആയിക്കോട്ടെ, നോൺ വെജ് ആയിക്കോട്ടെ, വെജ് ആയിക്കോട്ടെ, അതിൻ്റെ കസ്റ്റമർ റേറ്റിംഗ് എല്ലാം നമുക്ക് അതിൽ വരുമെന്നുള്ള പ്രത്യേകത. ടെക്നോളജി മാറി വരികയാണ്. ടെക്നോളജീനെ കൂടെ നമ്മുടെ ബിസിനസ്സിൽ ഉൾപ്പെടുത്തിയാൽ നന്നായിരിക്കും. നേരത്തെ ഞാൻ മെനുവിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഓഫീസിലും അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥാപനത്തിലൊക്കെ ഈ NFC അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഈ സ്മാർട്ട് സ്റ്റാൻഡീസ് വെച്ച് കഴിഞ്ഞാൽ, പണ്ടെന്ന് പറഞ്ഞാൽ ഇത് സ്കാൻ ചെയ്താൽ മാത്രമേ ഇൻസ്റ്റാഗ്രാം മാത്രമായിരിക്കും ലഭിക്കുന്നത്. ഇപ്പോൾ അത് മാത്രമല്ല, ഒന്ന് കാണിച്ചിട്ട് പാസേ, അത് മാത്രമല്ല നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സോഷ്യൽ മീഡിയ ലിങ്ക്സും വെബ്സൈറ്റും ഇനി വാട്സപ്പ് ചാനലായിക്കോട്ടെ എല്ലാം നമുക്ക് ഒറ്റ ക്ലിക്കിൽ വരും. ചിലപ്പോൾ ഇതിൽ ഒരു സാധനം മാത്രമേ നമുക്ക് അറിയാൻ പറ്റും. ചിലപ്പോൾ ഗൂഗിൾ റിവ്യൂസ് മാത്രമായിരിക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം മാത്രമായിരിക്കാം. ഇതല്ല. പിന്നെ അത് മാത്രമല്ല, ഇങ്ങനത്തെ ഒരു സാധനം വെക്കുമ്പോഴേ ആളുകൾക്ക് ചെയ്ത് നോക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. എൻ്റെ ഫോണിൽ വർക്കാവുമോ എന്നുള്ള താല്പര്യം. ഇത് സ്കാൻ ചെയ്താൽ കിട്ടുമെന്ന് എല്ലാ ആൾക്കാർക്കും അറിയാം. പക്ഷെ ഒന്നുകൂടെ ആളുകൾക്കൊരു പ്രവണത ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ബസ്സേ 1500 നല്ല ഓപ്ഷനാണ്. വെരി ഗുഡ്. ഓക്കെ.